Hi guys, this is Manna and you're watching Manna's Favorites. ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടത് 20th August 2024 ആയിരുന്നു. ഇന്നിപ്പം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഡേറ്റ് July 10th 2025. ഇപ്പോൾ അടുത്ത മാസം ഓഗസ്റ്റ് ആണ്. അപ്പോൾ ഒരു വർഷം ആവാറായി ഞാനൊരു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ എന്തുകൊണ്ട് വീണ്ടും ഒരു വീഡിയോ ഇടുന്നു എന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്നൊരു വീഡിയോ ഇടാൻ തോന്നി, അങ്ങനെ ഇട്ടു. പിന്നെ ഞാൻ ഈ വീഡിയോ ഇട്ട് തുടങ്ങി. ഇനി അടുത്ത ആഴ്ച വീഡിയോ കാണുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എത്ര റെഗുലറായിട്ട് വീഡിയോസ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഞാനിപ്പം ഒരു വീഡിയോ ഇട്ടിട്ട് 10 മാസമായി. ഇപ്പം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം വീഡിയോ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോഴാണ് ഒരു കാര്യം പറയാൻ മറന്നുപോയത്. ഞാൻ ഈ വീഡിയോ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും പലർക്കും റിലേറ്റ് ആവുന്നതായിരിക്കും. ഇപ്പം ഞാനൊരു റിലേറ്റ് ആവുന്നതായിരിക്കും. അതിപ്പോൾ നിങ്ങൾക്ക് ഹേർട്ട് ആവുന്നുണ്ടെങ്കിൽ എനിക്കൊന്നുമില്ല. എല്ലാവരും വീഡിയോ കാണുക, എല്ലാം മനസ്സിലാക്കുക, പോവുക. പിന്നെ യെസ്, അതായിരുന്നു ഡിസ്ക്ലെയിമർ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹൗ ടു എംബ്രേസ് സോളിറ്റ്യൂഡിന് പലരും പല മീനിങ് ആണ് കരുതി വെച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ ഇന്ന് കറക്റ്റായിട്ട് സോളിറ്റ്യൂഡ് എന്താണ്, അലോൺ ആയിട്ടിരിക്കുക, ഒറ്റയ്ക്കിരിക്കുക എന്ന് വെച്ചാൽ ലോൺലിനെസ് എന്താണ്, ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഹൗ ടു എംബ്രേസ് സോളിറ്റ്യൂഡ് നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയം എങ്ങനെ കുറച്ചും കൂടെ യൂസ്ഫുൾ ആക്കാം എന്നതും കൂടാണ് ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. സോ വാട്ട് ഈസ് സോളിറ്റ്യൂഡ്? Some may say it is the art of being alone, the state of being alone. പല മീനിങ്സും പലരുടെ ഡിക്ഷണറിയിലും പല മീനിങ്സ് ആണ് സോളിറ്റ്യൂഡിനുള്ളത്. So the correct meaning is the chosen state of being alone. The chosen state of being alone എന്ന് നമുക്ക് പറയാം solitude. So നമുക്ക് solitude എന്താണെന്ന് ഇപ്പം പറഞ്ഞു. ഇനി സോളിറ്റ്യൂഡും ലോൺലിനെസ്സും തമ്മിലുള്ള വ്യത്യാസം. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സോളിറ്റ്യൂഡ് ആൻഡ് ലോൺലിനെസ്? മിക്കവരുടെയും ഒരു നിഗമനം അല്ലെങ്കിൽ ഒരു പെർസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ സോളിറ്റ്യൂഡ് ആൻഡ് ലോൺലിനെസ് ഇസ് ദ സെയിം തിങ്. അല്ല, ഇറ്റ്സ് എ ബിഗ് നോ. ഒരിക്കലും അല്ല. സോളിറ്റ്യൂഡ് എന്ന് വെച്ചാൽ നമ്മൾ ചൂസ് ചെയ്ത് നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്നതാണ് സോളിറ്റ്യൂഡ്. ഓൺ ദി അതർ ഹാൻഡ് അല്ലെങ്കിൽ ഓൺ ദി അതർ സൈഡ് ലോൺലിനെസ് മീൻസ് നമ്മുടെ ഇഷ്ടപ്രകാരമല്ലാതെ തന്നെ, നമ്മുടെ ഒരു ലൈക്കിനനുസരിച്ചല്ലാതെ തന്നെ നമ്മൾ ഒറ്റപ്പെടുകയാണ് എന്ന് നമുക്ക് പറയാം. എന്ന് വെച്ചാൽ അതിന് പല സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പം നമ്മളിപ്പം ഒരു വലിയൊരു ഫ്രണ്ട് ഗ്രൂപ്പ്, വലിയ കുറേ ഫ്രണ്ട്സൊക്കെ ഉള്ളൊരു ഗ്രൂപ്പിൽ നമ്മൾ ഒറ്റയ്ക്കാകുന്നത് എന്ന് വെച്ചാൽ ചിലർക്ക് മനസ്സിലാവും, ചിലർക്ക് മനസ്സിലാവത്തില്ല. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവത്തില്ല. അങ്ങനെ പറയുന്ന പോലെ നമ്മളിപ്പം ഞാൻ പറഞ്ഞ പോലെ വലിയൊരു ഫ്രണ്ട് ഗ്രൂപ്പ്, അതിൽ അവർ പറയും നമ്മളും എല്ലാവരും ഒരു ഗ്യാങ് ആണ്, ഒരുമിച്ച് എല്ലാവരും ഒരേ ഫ്രണ്ട്സ് ആണ്. പക്ഷെ നമുക്ക് തോന്നും നമ്മൾ അവരുടെ ഗ്രൂപ്പിൻ്റെ ഒരു ഭാഗമല്ല, അവരുടെ ഗ്യാങ്ങിൻ്റെ ഒരു ഭാഗമല്ല. അത് നമുക്ക് ലോൺലിനെസ്സിൻ്റെ ഒരു ഭാഗമായിട്ട് എടുക്കാം. പക്ഷെ അവര് ചെയ്യുന്നത് അറിഞ്ഞോണ്ടോ അറിയാതെയോ ആയിരിക്കാം. ചിലപ്പോൾ നമ്മളത് പല പ്രാവശ്യവും പറഞ്ഞു കാണും, ഇങ്ങനെ എനിക്ക് തോന്നി, എന്നിട്ടും അവരിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. അതും ലോൺലിനെസ് ആണ്. അവരുടെ ഇഷ്ടം, നമുക്ക് അവരുടെ ഇഷ്ടത്തെ പറഞ്ഞ് മാറ്റാനൊന്നും പറ്റത്തില്ല. പിന്നെ ഇപ്പോൾ ഉള്ളൊരു ഇതാണ് ട്രയോ പണ്ടോട്ടുള്ളതാണ്. ഇപ്പോഴാണെങ്കിലും ഈയിടയ്ക്കാണ് ശരിക്കും പേര് വന്നത്. ട്രയോ, ഡുവോ, അങ്ങനെ കുറേ ഉണ്ടല്ലോ. ട്രയോ എന്ന് വെച്ചാൽ 3 പേരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് നമുക്ക് പറയാം. 3 പേരുടെ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പിൽ ഒരു ഡുവോ കാണും. അത് മിക്ക ട്രയോസിലും ഞാൻ കണ്ടിട്ടുള്ളൊരു സ്വഭാവമാണ്. ഒരു ട്രയോ എടുക്കുമ്പോൾ അതിൽ എന്തായാലും ഒരു ഡുവോ കാണും. ഇപ്പോൾ ഒരാളുണ്ട് എന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷെ ഗ്യാങ്ങിലുണ്ട് പക്ഷെ ഇല്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഒരു ട്രയോയിൽ മിക്ക സമയത്തും സംഭവിക്കുന്നത്. അങ്ങനെ അല്ലാത്ത ട്രയോകളും ഉണ്ട്. സോ ഹൗ ടു എംബ്രേസ് സോളിറ്റ്യൂഡ്? നമ്മൾ വീണ്ടും ടോപ്പിക്കോട്ട് വന്നു. അപ്പോൾ പറഞ്ഞത് സോളിറ്റ്യൂഡ് എന്താണ്, സോളിറ്റ്യൂഡിൻ്റെ ലോൺലിനെസ്സിൻ്റെ ഡിഫറൻസ് എന്താണ്. സോ ഹൗ ടു എംബ്രേസ് സോളിറ്റ്യൂഡ് നമ്മൾ ചൂസ് ചെയ്ത്, നമുക്ക് ടോപ്പിക്കോട്ട് വരാം. സോളിറ്റ്യൂഡ് നമ്മൾ ചൂസ് ചെയ്തെടുത്തൊരു സംഭവമാണ്. നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം. ആ സോളിറ്റ്യൂഡ് നമുക്ക് എങ്ങനെ യൂസ്ഫുൾ ആക്കാം, നമ്മുടെ നല്ലതിന് വേണ്ടി എങ്ങനെ അത് വിനിയോഗിക്കാം, എങ്ങനെ യൂസ് ആക്കാം. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർ എംബ്രേസിങ് യുവർ സോളിറ്റ്യൂഡ് ഇസ് മേക്ക് എ മെൻ്റൽ ഹെൽത്ത് മെനു.
ഇത് നല്ലൊരു എനിക്ക് ഇത് ഞാൻ കൂടുതൽ വീഡിയോസിലൊന്നും കണ്ടിട്ടില്ല, 1-2 വീഡിയോസിലെങ്ങാണ്ടേ കണ്ടുള്ളൂ. മേക്ക് എ മെന്റൽ ഹെൽത്ത് മെനു. മെന്റൽ ഹെൽത്ത് മെനു എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ഇത് സോളിറ്റ്യൂഡിന് മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ ആങ്ഷ്യസ് ആയിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ചൊരു മൈന്യൂട്ടായിട്ടുള്ള നിങ്ങൾക്കൊന്ന് കാമാവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കത് മെന്റൽ ഹെൽത്ത് മെനുവിൽ ഇപ്പം ഡീപ് ബ്രീത്തിങ്, ജേർണലിങ്, റീഡിങ്, അങ്ങനത്തെ ഒക്കെ ഞാൻ ഇപ്പോൾ ഒരു മെന്റൽ ഹെൽത്ത് മെനുവിൻ്റെ ഒരു എക്സാമ്പിൾ സൈഡിൽ തരാം. അപ്പോൾ അത് തന്നെ കോപ്പി ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ കാണും. ഇപ്പം ചിലർക്ക് സിംഗിങ് ആയിരിക്കും, ചിലപ്പം ഡാൻസിങ് ആയിരിക്കും. അത് എപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റണമെന്നില്ല ഒരു കാര്യം തന്നെ. അതുകൊണ്ട് നിങ്ങൾക്ക് പല സിറ്റുവേഷൻസിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഒരു മെന്റൽ ഹെൽത്ത് മെനു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, സൗകര്യം അനുസരിച്ച് നിങ്ങൾ സ്ട്രെസ്ഡ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തോ നിങ്ങൾക്കത് ചെയ്യാം. അപ്പം നിങ്ങൾക്കൊരു അത്രയും നമുക്ക് ടൈമിനൊരു ഇതും കിട്ടും, നിങ്ങൾക്ക് കാമാകാനും പറ്റും. എന്നിട്ട് അതുമല്ല, നിങ്ങളുടെ ആ ഒറ്റയ്ക്കൊരു സമയം നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ പീസിന് വേണ്ടി, നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി, നമ്മുടെ സ്വന്തം ഫോർ ദ പീസ് ഓഫ് വൺ സെൽഫ്, ആ ഒരു ഇതിനുമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ള സെക്കൻഡ് ടിപ്പ് എന്ന് വെച്ചാൽ ഷിഫ്റ്റ് യുവർ മൈൻഡ് സെറ്റ്. ഇത് ഞാൻ ഈ ടിപ്സൊക്കെ ഞാൻ അധികം വീഡിയോസ് ഒന്നും കണ്ടില്ലാത്ത ടിപ്സാണ്. അപ്പോൾ ഷിഫ്റ്റ് യുവർ മൈൻഡ് സെറ്റ്. ഹൗ ടു ഷിഫ്റ്റ് യുവർ മൈൻഡ് സെറ്റ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത്, ഇപ്പം ഞാൻ മുമ്പ് എടുത്ത ഇത് തന്നെ നമുക്ക് പറയാം. ഒരു ഗ്യാങ്ങിൽ ഇപ്പം നമുക്ക് നമ്മളെ മാറ്റി നിർത്തുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്, അവരെന്നോടൊന്നും മിണ്ടുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് തോന്നും, സ്വാഭാവികം. അപ്പോൾ ആ സമയം എന്താ ചെയ്യണം? നമ്മൾ അങ്ങനെ ചിന്തിക്കാതെ ആ സമയം നമ്മുടെ നല്ലതിനായിട്ട് നമ്മൾ വിനിയോഗിക്കുക. ഇപ്പം ഞാൻ ഫസ്റ്റ് പറഞ്ഞ ടിപ്പിലോട്ട് ഇത് കണക്റ്റഡ് ആണ്. നമ്മുടെ ഇപ്പം അവരെന്നെ ഒറ്റയ്ക്കാക്കി, എനിക്ക് അവരില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയല്ല. നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ സ്വന്തം ഒരു ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്നത് ആകുമ്പോഴാണ്. നമുക്ക് നമ്മൾ തന്നെ മനസ്സിലാക്കാൻ, കൂടുതലായിട്ട് നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത്, ഒരാൾക്ക് സ്വയം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ്. അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ അനിഷ്ടങ്ങൾ, നമ്മുടെ ടാലൻസ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ്. അഥവാ അങ്ങനെ നമ്മളൊരു ഗ്രൂപ്പിലാണെങ്കിൽ നമ്മൾ കൂടുതലും ബാക്കിയുള്ളവരുടെ പ്രിഫറൻസസിനായിരിക്കും നമ്മൾ ഒരു മുൻഗണന കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ കറക്റ്റ് ഇംഗ്ലീഷോടൊന്നും എനിക്ക് പറയാൻ പറ്റുന്ന വാക്കാണ് ഞാൻ പറയുന്നത്. കൂടുതലും ഒരു വില കൊടുക്കുന്ന, ഒരു വാല്യൂ കൊടുക്കും. നമ്മുടെ ഇഷ്ടം നമ്മൾ വാല്യൂ കൊടുക്കാറില്ല. ഇങ്ങനെ പീപ്പിൾ പ്ലീസേഴ്സ് ഒക്കെ കൂടുതലും അങ്ങനെയാണ്. പീപ്പിൾ പ്ലീസേഴ്സ് ആണെങ്കിലും നമ്മളൊരു ഗ്രൂപ്പിലാകുമ്പോൾ നമ്മൾ കൂടുതലും ബാക്കിയുള്ള പ്രിഫറൻസസിനായിരിക്കും കൂടുതൽ വാല്യൂ കൊടുക്കുന്നത്. പക്ഷേ when we are alone, we give value to our own preferences and likes. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഷിഫ്റ്റ് യുവർ മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം ഒരു ഗ്രൂപ്പിൽ നിന്ന് മാറി നിൽക്കുവാണെങ്കിൽ അവരെന്നെ കൂട്ടുന്നില്ല, ഞാൻ ഒറ്റയ്ക്കാ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ തോന്നാതെ ഈ സമയം, ഈ ഒരു ഒറ്റപ്പെട്ട സമയം എനിക്ക് എൻ്റെ നല്ലതിന് വേണ്ടി യൂസ് ചെയ്യാം, എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കാം. അത് നിങ്ങൾക്ക് ഭാവിയിൽ നല്ലതേ ചെയ്യും. പക്ഷെ ഇങ്ങനൊരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആവാനും കുറച്ച് നാളെടുക്കും, കുറച്ച് സമയം എടുക്കും. അതിപ്പോൾ ചിലർക്കൊക്കെ അത് ലോൺലിനെസ്, ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഒറ്റപ്പെടുത്തി അവസാന സഹി കെടുമ്പോഴാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. അപ്പൊ ഈ സമയം എനിക്ക് എന്തുകൊണ്ട് എൻ്റെ നല്ലതിന് വേണ്ടി എനിക്ക് യൂസ് ചെയ്തുകൂടാ, അങ്ങനെയൊക്കെ നമുക്ക് തോന്നുക അങ്ങനെ ഒരു സമയത്താണ്. ചിലർക്ക് അത് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ റെഡിയാവും, ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവത്തില്ല. ദി നെക്സ്റ്റ് ടിപ്പ് ഇസ് എക്സ്പ്ലോർ. ഇത് മെയിനായിട്ട് നമ്മൾ ഒരു ടൂറിന് പോവാം, അല്ലെങ്കിൽ ടൂറിന് പോവാം, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആവുന്നത്. അതും നമുക്ക് ഗ്യാങ്ങിനെ തന്നെ എടുക്കാം, നമ്മുടെ സ്വന്തം ഗ്യാങ്ങിനെ തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ ഈ നമ്മൾ ഗ്യാങ് ആയിട്ട് പോകുന്നു, ഇവർ നമ്മളെ അധികം കൂട്ടുന്നില്ല എന്ന് നമുക്കൊരു തോന്നൽ വരുന്നു, നമ്മുടെ മനസ്സിലൊരു ഇങ്ങനൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വരുന്നു, അവരെന്നെ കൂട്ടുന്നില്ല, ഭയങ്കര ഇതാന്ന് പറയുന്നുണ്ടല്ലോ, നമ്മളെ കൂട്ടുന്നില്ല, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്വയം എക്സ്പ്ലോർ ചെയ്യണം. നമുക്ക് ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കിടപ്പുണ്ട്. ഒരാൾക്ക് കൂടുതലും ഈ ഗ്യാങ്ങിലുള്ള ഈ ഗ്യാങ് ആയിട്ട് നടക്കുന്ന കൂടുതൽ പേർക്ക് എന്താണ്, ഒറ്റയ്ക്ക് നടക്കാൻ കരുത്തില്ലാത്തവരാണ് ഈ കൂടുതലും ഗ്യാങ് ആയിട്ട് നടക്കുന്നത്. എന്ന് വെച്ചാൽ
എന്ന് വെച്ച് ഗ്യാങ് ആയിട്ട് നടക്കുന്നവർ വെറും ഇതാണെന്നല്ല ഞാൻ പറയുന്നത്. ഗ്യാങ് ആയിട്ട് നടക്കുന്നവരും ഉണ്ട്, അതിൽ ഒറ്റയ്ക്ക് നടക്കാൻ കഴിവുള്ളവരും ഉണ്ട്. പക്ഷെ കൂടുതലും എപ്പോഴും ഗ്യാങ് ആയിട്ട് നടക്കുന്ന 99% ഞാൻ പറയുകയാണ്, 99% ആൾക്കാരും ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിവില്ലാത്തവരായിരിക്കും. എന്നിട്ട് ഗ്യാങ് ആയിട്ട് നടന്ന് ഷോ കാണിക്കുന്നവരും ഉണ്ട്. അതൊക്കെ വേറെ ടോപ്പിക്കാണ്, നമ്മുടെ ഈ ടോപ്പിക്കോടൊപ്പം വരുന്നില്ല. അത് നമുക്ക് വേറൊരു വീഡിയോ നമുക്ക് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് നടക്കും, ഒറ്റയ്ക്കാണെങ്കിലും അല്ലെങ്കിലും കാരണം എന്തായാലും ഈ ഗ്യാങ്ങിലൊക്കെ ഉള്ളവർ നമ്മുടെ മരണം വരെ നമ്മളോട് കാണുന്നില്ല. അപ്പോൾ വൈ നോട്ട് എക്സ്പ്ലോർ ദ ഏരിയ ഫോർ അവെർസെൽവ്സ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സമയം എടുത്ത് നിങ്ങളുടെ ടേസ്റ്റ് മനസ്സിലാക്കി. ഇതും സെക്കൻഡ് ടിപ്പിലോട്ട് ലിങ്ക്ഡ് ആണ്, സെക്കൻഡ് ടിപ്പ് ഫസ്റ്റ് ടിപ്പിലോട്ട് ലിങ്ക്ഡ് ആണ്. അപ്പോൾ ഇത് ഫുള്ള് ലിങ്ക് ആയിട്ടുള്ള ടിപ്സ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞെന്തായിരുന്നു, എക്സ്പ്ലോർ. നിങ്ങൾ ആ സ്ഥലം എക്സ്പ്ലോർ ചെയ്യുക. ഇത് കൂടുതലും ടൂറ്, എക്സ്കർഷൻ, അങ്ങനത്തെ ട്രിപ്സ് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇത് വരുന്നത്. പിന്നെ ബാക്കിയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് സ്ഥലമൊക്കെ കണ്ട് അങ്ങനെ അങ്ങ് നടക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് റീഡ് എന്ന് വെച്ചാൽ എന്തായാലും വായിക്കുക. ഇപ്പം ഇതെന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു എൻക്ലോസ്ഡ് എൻവയൺമെന്റിൽ, ഇപ്പം ഒരു ഓഫീസ്, കോളേജ്, സ്കൂൾ അങ്ങനത്തെ ഒക്കെ ഒരു എൻവയൺമെന്റിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഫസ്റ്റ് പറഞ്ഞ ടിപ്പും ചിലർക്ക് ചെയ്യാൻ പറ്റും, ചിലർക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഈ ടിപ്പ് അതിനായിരിക്കും കൂടുതൽ യൂസ് ആവുന്നത്. എന്ന് വെച്ചാൽ റീഡ് എന്ന് വെച്ചാൽ നമുക്ക് കയ്യിൽ എപ്പോഴും ഒരു ബുക്ക് കരുതുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ ഒറ്റയ്ക്കാകുന്ന സമയങ്ങളിൽ നമുക്ക് ബുക്സ് നമ്മളിവിടെ കാണാം. അതിലൂടെ നമുക്ക് നമ്മുടെ ബുക്സ് റീഡ് ചെയ്യുന്നതിൻ്റെ യൂസിനെ കുറിച്ച്, ബെനിഫിറ്റ്സിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയം വെറുതെ ഇരിക്കുക, അതൊരു ബുക്ക് വായിച്ചുകൂടാ. നമുക്ക് തന്നെയാണ് അത് ഗുണം ചെയ്യുന്നത്. ഈ ഗ്യാങ്ങിൽ ഇരിക്കുന്നവർക്കല്ല, നമുക്ക് തന്നെയാണ് അത് ഗുണം ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ നോളേജ് നല്ലതാണ്, നോളേജ് കൂട്ടും, വൊക്കാബുലറി കൂട്ടും, അങ്ങനെ പല പല ബെനിഫിറ്റ്സ് റീഡിങ്ങിലൂടെ നമുക്ക് കിട്ടും. അപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വായിക്കാൻ ശ്രദ്ധിക്കുക. ദി നെക്സ്റ്റ് ടിപ്പ് ഇസ് അവോയ്ഡിങ് സർക്കംസ്റ്റൻസസ്, അവോയ്ഡിങ് സിറ്റുവേഷൻസ്. ഇതിന് നമുക്ക് 2 രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. എന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ഇസ് അവോയ്ഡിങ് ബീങ് അലോൺ. എന്ന് വെച്ചാൽ ഒറ്റയ്ക്കാകുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യുക. എപ്പോഴും ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ മിങ്കിളായിട്ട് ജോളിയായിട്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുക. ഞാൻ അതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ആ ഒരു അവോയ്ഡിങ് സർക്കംസ്റ്റൻസസ് അല്ല ഞാൻ പറയുന്നത്. നമ്മളെ ഒറ്റയ്ക്കാക്കുന്നുണ്ട് എന്ന് തോന്നുന്നവരിൽ നിന്ന് നമ്മൾ അകലുക. ഇപ്പം അല്ലാതെ പിന്നെയും വരുവാണെങ്കിൽ അത് നമ്മുടെ ഇഷ്ടമാണ്, ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. പിന്നെയും വരുമ്പോൾ മിങ്കിൾ ചെയ്യണോ മിങ്കിൾ ചെയ്യണ്ടായോ അതൊക്കെ നിങ്ങളുടെ ഓരോ ഇഷ്ടങ്ങളാണ്. ഇപ്പം അഥവാ ഇപ്പൊ ഒരു ഗ്യാങ് നമുക്ക് എപ്പോഴും ഗ്യാങ്ങിനെ മതി നമുക്ക്. അപ്പൊ ഈ ഗ്യാങ് നമ്മളെ ഇങ്ങനെ മാറ്റി നിർത്താണ്, പറയുന്നുണ്ട് നീ എന്താ ഞങ്ങൾ നിന്നെ കൂട്ടുന്നുണ്ടല്ലോ, പിന്നെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ, നിനക്ക് വെറുതെ തോന്നുന്നയാ, അങ്ങനെയൊക്കെ പറയും. അതൊക്കെ അവിടെ നിൽക്കും. പക്ഷെ ആക്ഷൻ സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ് എന്ന് പറഞ്ഞൊരു കോട്ട് മിക്കപ്പോഴും നമ്മുടെ മനസ്സിൽ കാണണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അവോയ്ഡിങ് സർക്കംസ്റ്റൻസസ്. ഗ്യാങ്ങിൽ നമ്മൾ തുടങ്ങിയത്, ഗ്യാങ്ങിൽ നിന്ന് കുറച്ചൊരു അകലം പാലിക്കുക. പോയാലും ലോൺലിനെസ് ആണ്. അവിടെ പോയാൽ നമ്മളെ ഗ്യാങ്ങിൽ ഏർപ്പെട്ട് നിന്നാലും ഇൻക്ലൂഡായി നിന്നാലും നമുക്ക് എന്തായാലും ലോൺലിനെസ് ആണ്. പിന്നെന്തിനാ അവരും മിണ്ടാൻ പോകുന്നത്? അല്ലേ ഇപ്പൊ അവരില്ല, അപ്പൊ നമ്മൾ ഒറ്റയ്ക്കാണ്. ആ ഗ്യാങ് ഇല്ലാതെ അപ്പൊ നമ്മൾ ഒറ്റയ്ക്കാണ്. ഞാൻ ഇമോഷൻസ് വെച്ചാൽ നമ്മളിപ്പോ ഒറ്റയ്ക്കാണ്, എൻ്റെ കൂടെ ഇപ്പൊ ആരുമില്ല, ഗ്യാങ് ഇല്ല, ഒറ്റയ്ക്കാണ്. അവിടെ ചെല്ലുമ്പോൾ ഇത്ര പേരുണ്ടായിട്ടും നമുക്ക് ഒറ്റയ്ക്കായപ്പോഴുള്ള ഫീലിംഗ് വരെയാണ്. അതിനൊക്കെ നമ്മൾ ഒറ്റയ്ക്കുന്നില്ലേ, പിന്നെ എന്നോട് മിണ്ടാൻ പോകുന്നേ? മനസ്സിലായില്ലേ? യു ഗെറ്റ് ദ പോയിന്റ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ അവരിൽ നിന്ന് കുറച്ചൊന്ന് അകലാൻ ശ്രമിക്കുക. അതാകുമ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് നമ്മളെ തന്നെ ബെനിഫിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ഇപ്പം രാവിലെ എണീക്കുമ്പോൾ വർക്ക്ഔട്ട് ചെയ്യാം, ജേർണലിങ് ചെയ്യാം, റീഡിങ് ചെയ്യാം, സ്ട്രെച്ചിങ് എക്സസൈസസ് ചെയ്യാം. നമ്മളെ തന്നെ സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കും. ഇപ്പം നമ്മുടെ ലൈഫിനെ കുറിച്ച്, നമ്മുടെ ബിഹേവിയറിനെ കുറിച്ച്, പിന്നെ നമ്മുടെ ബിഹേവിയർ കൺട്രോൾ. ഇപ്പം ഭയങ്കരമായിട്ട് ഇപ്പം എന്നെ പോലെ തന്നെ ദേഷ്യപ്പെടുന്നവരാണെങ്കിൽ എങ്ങനെ ഇത് കൺട്രോൾ ചെയ്യാം. ഇപ്പം നമുക്ക് ഇഷ്ടപ്പെടാത്ത സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ മിണ്ടാതിരിക്കുക, കാം ആവുക, ബ്രീതിങ് എക്സസൈസസ്, മെന്റൽ ഹെൽത്ത് മെനുവിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഇതൊക്കെയാണ് മൊത്തത്തിൽ നമുക്ക് ഈ ലാസ്റ്റ് പറഞ്ഞ അവോയ്ഡിങ് സർക്കംസ്റ്റൻസ് ലോൺലിനെസിന്റെ ഒരു ഭാഗമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇനി ഒരു കൺക്ലൂഷനായിട്ട് പറയാനാണെങ്കിൽ ഗ്യാങ് ആയിട്ട് നടക്കുന്ന മോശം ആണെന്നല്ല ഞാൻ പറഞ്ഞത്. ഗ്യാങ്ങിനായിട്ടും
ഇപ്പം ഇൻക്ലൂഡഡ് അല്ലാത്ത പോലെ തോന്നുന്ന കുറേ പേര് നമ്മുടെ ചുറ്റിനുമുണ്ട്. അപ്പോൾ അവർക്ക് എങ്ങനെ കുറച്ചും കൂടെ അവർ ടൈം സ്പെൻഡ് ചെയ്യാം, എങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്ത് എപ്പോഴും ആ ഗ്യാങ്ങിനെ കുറിച്ച് മാത്രം ഓർത്തുകൊണ്ടിരിക്കാതെ വേറെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, അതൊക്കെയാണ്. വെച്ചാൽ ഗ്യാങ്ങിൽ നടക്കുന്നത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു, ഗ്യാങ്ങിൽ നടക്കുന്നവർക്ക് മിക്കവർക്കും ഒറ്റയ്ക്ക് നടക്കാൻ ഒരു വിൽ പവർ, കഴിവെന്നല്ല മുമ്പേ കഴിവെന്നാണ് പറയുന്നത്, വിൽ പവർ ഇല്ലാത്തവരായിരിക്കും കൂടുതലും ഗ്യാങ്ങായിട്ട് നടക്കുന്നത്. എന്ന് വെച്ച് കഴിവുള്ളവരും ഒറ്റയ്ക്ക് നടക്കാൻ കഴിവുള്ളവരും ഗ്രൂപ്പായിട്ട് നടക്കുന്നവരുണ്ട്. ഇപ്പൊ ചില ഗ്യാങ്ങിനെ ഇപ്പൊ അവർക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെങ്കിൽ അവരെ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പൊ അതിന് നമ്മള് വേണ്ട മെഷേഴ്സ് എടുക്കുക. അപ്പോൾ ഗ്യാങ് ആയിട്ട് നടക്കുന്നത് മോശമല്ല, ഒറ്റയ്ക്ക് നടക്കുന്നത് മോശമല്ല, അത് ഓരോരുത്തരുടെ ലൈഫിന്റെ അടിസ്ഥാനത്തിലാണ് അത് വരുന്നത്. So hope you like this video. So till the next video, bye bye.